അച്ഛൻ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നുണ്ടാവല്ലേ? ഏയ്, ഇവരൊക്കെ ഉണ്ടല്ലോ. പിന്നെ നീ എൻ്റെ അടുത്തില്ലേ? ശ്രീകുട്ടിയെ ബോർഡിങ്ങിൽ അയക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇവിടത്തെ ഏതെങ്കിലും സ്കൂളിൽ ചേർത്താ മതിയായിരുന്നു. അവളിവിടെ ഉണ്ടെങ്കിൽ അച്ഛന് നേരം പോയേനെ. എൻ്റെ നേരം പോക്കിന് അവളുടെ എഡ്യൂക്കേഷൻ വേണ്ടെന്ന് വെക്കേ. ഞാൻ ഇവിടെ ഒക്കെ ഒതുങ്ങിയാൻ കഴിഞ്ഞോളാം. സോമന്റെ കത്തില് സോമേട്ടൻ ഇപ്പോഴും ഇഷ്ടായിട്ടില്ല മാലുവിന്റെ കല്യാണം. അച്ഛൻ കാണിച്ചതൊരു ഫൂളിഷ്നെസ് ആണെന്ന് ഇതിലും എഴുതിയിട്ടുണ്ട്. നോ, ഞാൻ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. വാട്ട് എ ലവ്ലി പെയർ. ഇവളെ സ്കൂട്ടർ ഓട്ടം പഠിപ്പിച്ചില്ലേ? അടുത്ത പ്രാവശ്യം വരുമ്പോ നീ സ്കൂട്ടർ ഓട്ടണം, ഉണ്ണി പുറകിലിരിക്കും. ലേഡി ഡോക്ടറെ അടുത്ത് പോയിട്ട് വരിക. എന്ത് പറ്റി? ഒന്നുമില്ല, ഒരു ചെക്കപ്പിന്. എന്ത് പറ്റി മോളെ? ഇവളാകെ ഡൗൺ ആയി പോയല്ലോ. അച്ഛന് തോന്നണതാ. കേട്ടോ ഉണ്ണി, ഇവള് വലിയ പെണ്ണായെന്ന് തോന്നാൻ തുടങ്ങിയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ആഫ്റ്റർ യുവർ മാരേജ്. ഇപ്പോ എനിക്ക് വയസ്സായെന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഐ റിയലി ഫീൽ വെരി ഓൾഡ്. 14 ദിവസം കഴിച്ചിട്ട് ഇവിടെ ഒന്ന് വിവരം പറയാ. അല്ല, ആരാ അത്? വരിക, ഇരിക്കുക. നിങ്ങളെ ഇപ്പൊ പുറത്തേക്കൊന്നും കാണാറില്ലല്ലോ എന്റെ നേരെ. ഇപ്പൊ എപ്പോഴും വീട്ടിൽ തന്നെയാ. പുതിയ മരുമോള് വന്ന് കയറിയ പിന്നെ നിങ്ങളെ കാലം തെളിഞ്ഞു എന്ന് തോന്നുന്നു. എന്തായാലും നന്നായിരിക്കട്ടെ. പുത്തമ്പുരക്കാര് കെട്ടുപോകുന്ന ആ ചിലരൊക്കെ കരുതിയിരുന്നേ. അത്ര വലിയ പാവമൊന്നും എന്റെ കാരണവന്മാര് ചെയ്തിട്ടില്ല. എന്തൊക്കെ മുടക്കിയാലും അവർക്ക് ഈശ്വരന്മാർക്കും ഉള്ള ഒന്നും മുടക്കിയിട്ടില്ല. എല്ലാ ഭാഗ്യവും എന്റെ മോളുടെ രൂപത്തിലാ വന്നത്. അപ്പോഴേ കൽക്കത്തയിലുള്ള മരുമോൻ ഓഹരി ഇഷ്ടദാനായിട്ട് തരാൻ പോണൂന്ന് കേട്ടൂലോ. ഓഹരി കിട്ടിയിട്ടൊന്നും വേണ്ടവർക്ക് ഒക്കെ തെളിഞ്ഞു വരും. വൈദ്യരെ, തറവാട്ടിലൊരു ഉണ്ണിയും കൂടെ പറഞ്ഞോട്ടെ. അല്ല, അങ്ങനെ വല്ലതുണ്ടോ? ഉണ്ണിയുടെ അവളുടെ വിചാരം ഞങ്ങൾക്കൊന്നും അറിയില്ലെന്നാ. രണ്ടാൾക്കും പറയാൻ നാണം. മുഖം കണ്ടാ നമുക്കറിഞ്ഞൂടെ. മുടിയിന്ന് വെള്ളം ശരിക്ക് പോയില്ല. നനവ് മാറാണ്ട് പുറത്ത് കിടക്കുമ്പോ ഒരു സുഖമുണ്ട്. മുടിയപ്പടി ഊരും. ഇനി എന്നും കുളി കഴിഞ്ഞു വരുമ്പോ ഇത്തിരി രാസ്നാദി എടുത്ത് നെറുകയിൽ തിരുമ്മ. ഈ സമയത്ത് ഒരു ജലദോഷം പോലും വരാൻ പാടില്ല. ദാ അവിടെ പണിക്കര് വന്ന് പറയാൻ തുടങ്ങി. കേക്കണ്ടേ? എനിക്ക് കേൾക്കണ്ട. ജനിക്കണേന് മുന്നേ കുട്ടിയുടെ ഭാവി നിശ്ചയിക്കാൻ ഈശ്വരന് പോലും പറ്റില്ല. എന്നിട്ടാ പണിക്കര്. മോളെ, പണിക്കരെ കാണുന്ന പോലല്ല, പറഞ്ഞാൽ അച്ചട്ടാ. അല്ലെങ്കിൽ നോക്കിക്കോ, നല്ല നേരം പോക്ക. ശരി പോ. 5ാം ഭാവാധിപൻ പുരുഷഗ്രഹ ഉച്ചത്തില. പുത്രേശേ പുരുഷഗ്രഹേ ബലയതേ എന്നാണ്. പുത്രനായിരിക്കും, സംശയമില്ല. കീർത്തിമാനും ദയാലുവുമായിരിക്കും. പിന്നെ ഇത്തിരി മോശം എന്ന് പറയാനുള്ളത് പിതൃജാതകത്തിലെ ചില ഭാവാധിപന്മാരുടെ കാര്യത്തിലാ. ഭയപ്പെടണ്ട. കുജൻ നിൽക്കുന്ന 5ാം ഭാവം മേടരാശിയാണ്. അത് വെച്ച് നോക്കുമ്പോ അല്പായുസാകാൻ കാരണം കാണുന്നുണ്ട്. പ്രതിവിധികളൊന്നുമില്ലേ പണിക്കരെ? കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ക്ഷേത്രപരം അത്രയ്ക്കുണ്ട്. എന്നാലും അങ്ങനെ ഒരു ദോഷം ഉണ്ടെ പ്രതിവിധി ചെയ്യണം. അതിപ്പോ എന്ത് ചെലവായാലും വേണ്ടില്ല. ശിവക്ഷേത്രത്തില് ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തിയേക്കൂ. ഒരു ശത്രുസംഹാര പുഷ്പാഞ്ജലിയും കൂടി ആയിക്കോട്ടെ. പിന്നെ പെരിങ്ങോട്ടുകര തിരുമേനിയെ കൊണ്ട് ഒരു ചക്രം എഴുതിച്ചു തരാം. സ്വർണ്ണ ഏലസി നിറച്ച് ഭാര്യയുടെ അരയിൽ കെട്ടുക. ഇത്രയൊക്കെ മതിന്നേ. കുട്ടി പേടിക്കൊന്നും വേണ്ട കേട്ടോ. എനിക്കൊരു പേടിയില്ല. മാലു, പേടിപ്പിച്ചു കളഞ്ഞു എന്നെ. എന്തിനാ ഇവിടെ വന്നേ? നല്ല രസമുണ്ട് ഈ കാവ്. എത്ര പക്ഷികളാ ഇതിന്റെ ഉള്ളിലെന്നറിയോ?
അമ്മ അറിയാതെ ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ വന്നിരിക്കാറുണ്ട്. ഇനി ഇവിടെ ഒറ്റയ്ക്ക് വരരുത്. എന്തേ, ഉണ്ണിയേട്ടന് പേടിയുണ്ടോ? ശ്യാമലയുടെ പ്രേതം ഉണ്ടാവുമെന്ന് കരുതിയിട്ടാ?